ബിജെപിയുമായുള്ള അസുരസങ്ങളെ തുടർന്ന് പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായും സന്ദീപ് കൂടിക്കാഴ്ച നടത്തി. പി.കെ. ഫിറോസ്, നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തു. പ്രസംഗങ്ങളിലും ചാനൽ സംവാദങ്ങളിലുമെല്ലാം ഉൾപ്പെടെ ന്യൂനപക്ഷ വിരുദ്ധ സംസാരിച്ചുവെന്ന ആരോപണം നേരിട്ട സന്ദീപ് വാര്യർ ഈ കൂടിക്കാഴ്ചയിലൂടെ മുൻ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ലക്ഷ്യം വെക്കുന്നത്. മലപ്പുറത്തിന്റെ പാരമ്പര്യം മതനിരാപേക്ഷതയുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. മലപ്പുറത്തിന് മതനിരാപേക്ഷതയുടെ സംസ്കാരം കിട്ടുന്നതിൽ പാണക്കാട് തറവാട്ടിന് വലിയ പങ്കുണ്ടെന്നും സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു. പിതാവിന് ജോലി മലപ്പുറത്തായിരുന്നു. ബാല്യം ഇവിടെയായതിനാൽ മലപ്പുറവുമായി പൊക്കിൾക്കൊടി ബന്ധമാണ് തനിക്കുള്ളത്. മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദ്ദം ലോകത്തിന് തന്നെ മാതൃകയാണ്. തളി ക്ഷേത്രത്തിന്റെ വാതിൽ കത്തിനശിച്ചപ്പോൾ അവിടേക്ക് ആദ്യം ഓടിയെത്തിയവർ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇത് അത്ഭുതത്തോടെ കണ്ടുനിന്നിട്ടുണ്ട്. ഏത് സമയത്തും ആളുകൾ സഹായം ചോദിച്ച് ഓടിയെത്താനുള്ള ഹൃദയവിശാലതയുള്ള തറവാടാണ് പാണക്കാടെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. താൻ ബിജെപിയിലുണ്ടായിരുന്ന സമയത്ത് നടത്തിയ പ്രസ്താവനകൾ ചില വിഭാഗങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകൾ മാറാൻ പാണക്കാട്ടെ അനുഗ്രഹം തേടിയുള്ള തന്റെ ഈ വരവ് സഹായിക്കുമെന്നും താൻ വിശ്വസിക്കുന്നതായി സന്ദീപ് വാര്യർ പറഞ്ഞു. വ്യക്തിപരമായ കാര്യങ്ങളിൽ മതപരമായ എന്തെങ്കിലും വേർതിരിവ് കാണിക്കുന്ന ആളല്ല താനെന്നും തന്റെ നാട്ടിലെ ലീഗ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ അറിയാമെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. എന്റെ ഈ വരവ്, പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എന്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു. നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ്. ഇവിടെ എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ നാട്ടിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു വ്യത്യാസം കാത്തുന്ന ആളല്ല ഞാൻ എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹം സ്വീകരിച്ച് എനിക്കറിയാം. തന്റെ പഴയ പാർട്ടിയിലെ ആളുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ ലാളിത്യം കൊണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് താൻ ആഗ്രഹിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറയുന്നു. വലിയ കസേര കിടക്കട്ടെ എന്ന ചിലർ തന്നെ പരിഹസിച്ചു. തനിക്ക് പാണക്കാട് തങ്ങൾക്കൊപ്പം ഇരിക്കാൻ കസേര കിട്ടിയതാണ് വലിയ കാര്യമായി കാണുന്നതെന്നും സന്ദീപ് മറുപടി പറഞ്ഞു. എം പി രാജേഷിന്റെ അസഹിഷ്ണുത കാണുമ്പോൾ ഭയം തോന്നുന്നു. തന്നെ കൊല്ലാൻ CPIM BJP സംയുക്ത ഇന്നോവ അയക്കുമോ എന്ന് ഭയക്കുന്നുണ്ടെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു. മലബാർ ടൈംസ്, മലപ്പുറം. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.